ഞാനേ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് കൂറ പാർട്ടി എന്ന് പറയാം. അവർ സമരം ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഡൽഹിയിൽ മൊത്തത്തിൽ സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് പേപ്പർ ചോർന്നതിനായിട്ടാണ് അവർ സമരം ചെയ്തിട്ടുള്ളത്. അവരെ കുറേ ആൾക്കാർ പുച്ഛിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അതും രാഷ്ട്രീയ പാർട്ടി പോലും ആയിട്ടില്ല ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടിയായിട്ട് അവർ രൂപീകരിച്ചില്ല, ഒരു സംഘടനയായിട്ടാണ് അവർ രൂപീകരിച്ചില്ല. ഇത്രയും ഒരു പ്രശ്നം നടന്നിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ട്, എല്ലാം കൂടിയ പാർട്ടി, അവർ പോലും ഇതിന് പ്രതിഷേധിച്ചിട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ഈ കോൺഗ്രസ് ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നതിൽ കാരണങ്ങളുണ്ട്, അത്യാവശ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്താ? ഈ നീറ്റ് പരീക്ഷ, വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ഇത്രയും പ്രശ്നം നടന്ന്, അഴിമതി നടന്ന്, അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ട് BJP പോലും അയാളെ പുറത്താക്കില്ല. ഏറ്റവും കേന്ദ്രം ഭരിക്കുന്ന BJP, അവർ പോലും ഇദ്ദേഹത്തെ പുറത്താക്കില്ല. എന്താണ് കാരണം എന്നറിയില്ല. BJPക്ക് ഇപ്പോഴൊരു മന്ത്രിയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അയാളെ തിരഞ്ഞെടുത്തോ, അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ അയാളെ മാറ്റുന്നത് വേറെ നല്ലൊരു മന്ത്രിനെ അവിടെ സ്ഥാപിക്കണം, അതാണ് ആവശ്യം അവരുടെ. എന്ത് കാരണത്തിലാണ് BJP ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിൽ ചെയ്തുള്ളത്? എന്ത് കാര്യം? ഇത്രയും നെറികെട്ടൊരു കാര്യം ചെയ്തിട്ട് പോലും അയാളെ പുറത്താക്കാൻ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി BJPക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്താവശ്യം ഈ കേന്ദ്രം ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇതിനൊരു ആക്ഷൻ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്ന നിലയിൽ പറയുന്നത്, അവർ ചെയ്യുന്ന സമരത്തിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകൊണ്ട് സപ്പോർട്ട് കൊടുക്കുക. പക്ഷേ ചെറിയൊരു പാർട്ടിയാണ്, സപ്പോർട്ടില്ല, ഫണ്ടില്ല, എല്ലാം ഒന്നുമില്ല. എന്നിട്ട് പോലും അവർ പിടിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും ആവശ്യമുള്ളൂ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. പക്ഷേ അയാൾ ചെയ്തത് തെണ്ടിത്തരാണ്. അയാൾ ഇത്രയും വലിയൊരു ചെയ്യുമ്പോൾ അതെങ്ങനെ ചോർന്ന് അയാൾക്ക് നാണുണ്ടെങ്കിൽ ഇറങ്ങി പോവാണ് വേണ്ടി, അതുപോലെ അയാൾ ചെയ്യുന്നില്ല. പിന്നെ എന്തിന്? ഇടയ്ക്ക് ഇതിൽ നരേന്ദ്രമോദി, അതായത് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് അയാളെ പുറത്താക്കുകയാണ് വേണ്ടിയത്. വെറുതെ എന്തിനാണ് മറ്റുള്ളതിലേക്ക് വലിച്ചെടുക്കുന്നത്? മോദിനെ അതിലേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള BJP സംഘടനകൾക്കും അതിൽ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന ന്യായമായ കാര്യമാണ്. അപ്പോൾ ആ ന്യായമായ കാര്യത്തിൽ ഇടപെട്ടിട്ട് അയാളെ പുറത്താക്കുകയാണ് ഏറ്റവും നല്ല ബെറ്റർ.